സ്വിഫ്റ്റ് പെട്രോൾ സൈലൻസറിൽ നിന്ന് ഒരു പുതു എന്ന് പറഞ്ഞൊരു സൗണ്ട് കിട്ടോ റേസ് ആക്കുമ്പോൾ, അതാണ് കംപ്ലൈൻറ്റ്. സ്ലോ സ്പീഡ് കിടക്കുന്ന സമയത്ത് RPM മീറ്റർ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. എഞ്ചിൻ സ്ലോ സ്പീഡിൽ ലെവലിലല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതിന് വേറൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാലേ വണ്ടിക്ക് ഒരു വലിയുറവുണ്ട്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ കിടന്ന് പതുമ്പുവാണ്. ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര തുമ്മി തെറിച്ചാ വണ്ടി പോകണം. അതെ ഫ്രണ്ടിലേക്ക് ഉണ്ടോ, അതെ ഞാൻ ഇപ്പോൾ ആക്സിലേറ്റർ കൊടുത്തേക്കും കേട്ടോ. വണ്ടി ശരിക്കും അങ്ങോട്ട് റേസ് ആവുന്നില്ല, എന്തെങ്കിലും പതന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അതിന് ജർക്ക് ചെയ്യുക, ഇങ്ങനെ കാല് കൊടുക്കുമ്പോൾ കിടന്ന് ഇങ്ങനെ വിട്ട് പിടിക്കുക. ഈ പെട്രോൾ വണ്ടികൾക്ക് മിസ്സിംഗ് വന്നു കഴിഞ്ഞാൽ പ്ലഗ് തന്നെ ആയിരിക്കും കേട്ടോ കൂടുതലും കാരണം. അപ്പോൾ പ്ലഗ് അയച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്ലഗിൽ ഇങ്ങനെ ക്ലാവ് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്ലഗ് എന്തായാലും ഞാനത് മാറി. പെട്രോൾ വണ്ടികൾക്ക് മിസ്സിംഗ് വന്നു കഴിഞ്ഞാൽ പ്ലഗ് നല്ലതാണോ മോശമാണോ എന്ന് നോക്കുന്നതിൽ ഉപരി ഒന്ന് മാറിയിടുന്നത് എന്തും കൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോയിൽ നോക്കിട്ടാ, കോയിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ടിപ്പിൽ ഇങ്ങനെ സ്പ്രിങ്ങയിലൊക്കെ ഇങ്ങനെ ക്ലാവ് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. 4 കോയിലും ഇതേമാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് 4 അയച്ച് ക്ലീൻ ചെയ്തു, സ്പ്രേ ഒക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ക്ലാവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ സ്പ്രിങ്ങിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ടിപ്പൊക്കെ ലൈറ്റായിട്ടൊന്ന് പേപ്പർ ഇട്ട് ഒന്ന് പിടിച്ച് സംഭവം തിരിച്ച് കയറ്റി പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് സംഭവം മിസ്സിങ് കാര്യങ്ങളെല്ലാം മാറി കേട്ടോ. ഇപ്പോൾ റേസ് ആക്കുമ്പോൾ ആ സൗണ്ട് പതന്നുള്ളത് മാറി കേട്ടോ. ഇപ്പം മറ്റേ ഒരുമാതിരി ഒരു വല്ലാതെ ഒരു ഇതുണ്ടായിരുന്നതെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല അടിപൊളിയായിട്ട് റേസ് ആവുന്ന വണ്ടി. അതുകൂടി ഇപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ RPM നല്ല സ്റ്റഡി ആയിട്ടാണ് നിൽക്കണേ. ഒരു വേരിയേഷൻ ഒന്നുമില്ല, കറക്റ്റായിട്ടാണ് RPM നിൽക്കണത്. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്ന് നമ്മൾ അറിയുകയുള്ളൂല്ല. അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ ആ ഒരു വലിയ കുറവും പിന്നെ നമ്മൾ ആ കാല് കൊടുക്കുമ്പോൾ ഒരു പുതുന്നൊക്കെ കാണിച്ചിട്ടുണ്ടെന്നില്ലേ, അതെല്ലാം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി കാല് കൊടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടാണ് റേസ് ആവുന്നത്. വണ്ടിക്ക് വലിയ കുറവില്ല. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നല്ല എഞ്ചിൻ നല്ല സ്മൂത്തായിട്ട് എന്ന് പറഞ്ഞ് നല്ലപോലെ റേസ് ആവുന്നുണ്ട്. നേരത്തെ കംപ്ലൈൻറ്റ് ഉള്ളപ്പോൾ കാല് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ പതാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി റേസ് ആവാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലായിരുന്നു. എന്തോ ഇങ്ങനെ അടഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ ഓടുന്ന പോലെ ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും അത് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയിൽ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവം എന്ന് വിചാരിക്കും, പക്ഷേ ചെറിയ പ്രശ്നമായിരിക്കും. അപ്പോൾ പെട്രോൾ വണ്ടികൾക്ക് കൂടുതലും പ്ലഗും കോയിലൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷേ ഈ പെട്രോളിൻ്റെ വണ്ടികളുടെ പ്ലഗും കോയിലും അല്ലാതെ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റും കൊണ്ട് ഈ RPM വേരിയേഷനോ അല്ലെങ്കിൽ മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കുറച്ച് സമയം എടുക്കുന്ന വർക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വർക്ക്.